ഞങ്ങളെ വിളിക്കുന്നവർ ഞങ്ങളെ വിശ്വസിച്ച് വിളിക്കുക, ഞങ്ങളെ ഈവൻസിന്റെ ബാക്കപ്പ് കണ്ടു വിളിക്കുക. പിന്നെ ഫണ്ട് എന്ന് പറയുന്നത് കാശ് എല്ലാവരുടെയും കാണണമെന്നില്ല, പക്ഷെ നമ്മളെ വിശ്വസിച്ച് ഞങ്ങൾ ആ ഈവന്റ് ആവട്ടെ എന്തിനാലും ഇറങ്ങുന്നതിലാണ് കാര്യം. അതിലോട്ട് ഇറങ്ങി തിരിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇത്രയും ജേണി ചെയ്തതിൽ ഒരുപാട് ഈവൻസ് ഞങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ ഷോസ് തന്നിട്ട് പേയ്മെന്റ് തരാത്ത ആൾക്കാരുണ്ട്. ഇതുവരെയും ₹1 പോലും പേയ്മെന്റ് പേ ചെയ്യാതെ നമുക്ക് തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന, അത് ഈ ഈവൻസ് ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലും ഉള്ളതാണ്. കടങ്ങൾ തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് നമ്മളെ ഇട്ടഴിപ്പിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ എടുക്കുന്നത്, ഈ ഒരു ഷോ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ അതിനകത്തുള്ള കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നവർ നമുക്ക് ടൈം തരണമെന്നില്ല, ഇവർ ടൈം തരണമെന്നില്ല. ഈ സമയം ബഡ്ജറ്റ് ഫുള്ളി എൻ്റെ വീട്ടുകാരാവട്ടെ എൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യുന്നവർക്ക് ഇപ്പോഴും പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതുവരെ ഔട്ട്സോഴ്സ് ചെയ്തവർക്ക് ആർക്കും പേയ്മെന്റ് ഇതുവരെയും കൊടുക്കാതെ ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടും തിരിച്ച് സഹായങ്ങൾ കുറവാണ്. അത് ഏത് ഫീൽഡിലാണെങ്കിലും വളരെ കുറവാണ്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണമെന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരെ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈവൻസുകാരില്ലെങ്കിൽ റെക്കോർഡ്സ് ഇല്ല, അങ്ങോട്ട് താഴോട്ടുള്ള പല മെറ്റീരിയൽസ് കാറ്റേഴ്സ് ഇല്ല, അങ്ങനെ പലരും ഇല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം. അപ്പൊ നമ്മൾ പറയും ചിലയിടത്ത് ഇങ്ങനെ ഒരു പേയ്മെന്റ് കിട്ടിയിട്ടില്ല, കുറച്ച് ദിവസം വെച്ചാൽ അപ്പൊ അവർക്കും ബുദ്ധിമുട്ടുകൾ കാണാം, ഇല്ല എന്നല്ല. അപ്പോഴും നമ്മൾ മനുഷ്യത്വം എന്നുള്ള സംഭവം ഇപ്പുറത്തും ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ നാടല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. പണ്ട് വാക്കിനൊക്കെ വാല്യൂ ഉണ്ടായിരുന്നു, ഇപ്പൊ വാക്കിനൊരു വാല്യൂ ഇല്ല.